ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവുമായുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധം ഏറ്റവും നന്നായി മുൻപോട്ട് പോകണമെങ്കിൽ നാം സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നവരായിട്ട് മാറണം. പക്ഷെ നമ്മൾ കാണാത്ത ഒരാളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അതിനുള്ളൊരു ഉത്തരവും ഞാൻ ഒരു വാക്യത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു തരാം. സ്നേഹിക്കണം എന്ന് പറയുമ്പം ചിലർ അവരുടെ സ്വാഭാവിക പ്രകൃതിയാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയാത്തവരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ആരെയും സ്നേഹിക്കാനായിട്ട് പറ്റില്ല. ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ചിലർ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇനി ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് തീരുമാനിച്ചവരുമുണ്ട്. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നൊക്കെയാണല്ലോ. ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളം കൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. എങ്ങനെയാണത് സാധ്യമാകുന്നത്? എന്താണ് അതിൻ്റെ പ്രാധാന്യത? ആ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ വ്യക്തിയോട് 3 പ്രാവശ്യം പരസ്യമായി ചോദിച്ച് ആ ചോദ്യത്തിൻ്റെ ഒടുവിൽ കർത്താവെ നീ ഇത് അറിയുന്നു എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഉത്തരം മുട്ടിച്ചതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ ചില ചിന്തകൾ പത്രോസിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. പിന്നീട് തന്നെ ദൈവിക പദ്ധതിയിലേക്ക് മടക്കി വരുത്തിയ ഒരു രംഗം നമ്മളത് കാണുന്നുണ്ട്. അതിനുശേഷം ദൈവാത്മശക്തി പ്രാപിച്ച ഈ മനുഷ്യൻ പിന്നീട് ഒരിക്കൽ പോലും ആ ദൈവസ്നേഹത്തിൽ നിന്ന് പുറകിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്താണ് ഈ ചോദ്യങ്ങളുടെ അർത്ഥം? ഈ ചോദ്യങ്ങളിലൂടെ നമ്മളോട് എന്താണ് ദൈവത്തിന് പറയാനായിട്ടുള്ളത്? അതിലൊന്നാമത്തേത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കാത്തവന് ദൈവത്തിൽ വസിക്കാനായിട്ട് കഴിയില്ല. യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം മുഴുവനും അതാണ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ചോദ്യം, കാണാത്ത വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കും? ശരിക്കും വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതാണ്. നമ്മളത് മനസ്സിലാക്കണം. വചനത്തിൽ തെളിവുണ്ടോ? ഉണ്ട്. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയ ഒരു വാക്യമാണ്. ഞാൻ പെട്ടെന്നത് കണ്ടുപിടിച്ചു. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇങ്ങനെ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും അളവില്ലാത്ത അല്ലെങ്കിൽ ആ ഒരു വലിയ സന്തോഷത്തിൽ നിങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഈ വാക്യമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാനായിട്ട് പറ്റുമോ? പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലാണ്. നിങ്ങളവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, കാണാതെ സ്നേഹിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് നിത്യമായ രക്ഷയിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരാളും കാണാത്തവനെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങനെയാണ്, കാണാത്തവനെ സ്നേഹിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് അവരുടെ പ്രകൃതിയുള്ള സ്വഭാവമാണ് സ്നേഹിക്കാനായിട്ട്, മറ്റാരെയും സ്നേഹിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു സ്വഭാവം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാനറ ബാങ്കിൻ്റെ മാനേജരായിട്ടുള്ള ഒരാൾ നിരീശ്വരവാദിത്വത്തിലേക്ക് പോയി, ഭയങ്കരമായ രോഗാവസ്ഥയിലേക്ക് പോയി. ആ വ്യക്തിയോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ശരീരത്തിലും മനസ്സിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അങ്ങനെ ഒരു ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എളിയവന് കൃപ തന്നു. അത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര കഴിവുള്ള ഒരാളാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണയല്ല, ഉന്നതമായ വിദ്യാഭ്യാസമുള്ള കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത്, ഏതാണെന്നൊക്കെ പറയാനിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ, ഉന്നതമായ നിലയിൽ. അപ്പം ഞങ്ങളിങ്ങനെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയങ്ങളിൽ എന്നോട് പറയും, പാസ്റ്റർ എല്ലാവരും വിശ്വാസവും ഒക്കെ പറയും, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? കാരണം ആളുടെ ഉള്ളിൽ ഭയങ്കരമായ നിരീശ്വരവാദം കയറി, കണ്ടാലേ വിശ്വസിക്കൂ എന്നുള്ള ഒരു നിലവാരത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക,
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തിൽ നമ്മൾ ഏത് നിലവാരത്തിൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു? എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയും? അത് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, സ്വയമായി നമ്മുടെ ചില മുൻഗണനകളെ നമ്മൾ രൂപപ്പെടുത്തണം, മാറ്റിയെടുക്കണം. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ്, അവസരം നമ്മൾ കൊടുക്കണം. അതിന് വാക്യ അടിസ്ഥാനത്തിൽ തെളിവ് ഞാൻ തരാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. എങ്ങനെയാണ്? നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നു. അതായത് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മാറ്റമുണ്ടാകുന്നത് അവൻ്റെ ഹൃദയത്തിനാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ്. അല്ലാതെ കൊട്ടലും പാടലും ബഹളവും മാത്രമൊന്നുമല്ല പരിശുദ്ധാത്മാവ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. അല്ലെങ്കിൽ ഈ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണമെന്ന് പറയുകയും അത് അനുസരിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ നഗരത്തിൽ കാത്തിരുന്ന്, യെരുശലേമിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം ഈ വ്യക്തിയിലുണ്ടായ മാറ്റങ്ങൾ. ഇന്നും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അന്യഭാഷ ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ഉപരിവിപ്ലവങ്ങൾ ഉണ്ടാകാം, അനുഭൂതികൾ ഉണ്ടാകാം. യഥാർത്ഥമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉള്ളിലുണ്ടോ എന്നുള്ളത് ഒന്ന് സംശയിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഒരു മെസ്സേജിൻ്റെ തുടർച്ചയാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കറക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ യോഹന്നാൻ്റെ സുവിശേഷം 21-ൻ്റെ ആരംഭ ഭാഗങ്ങളിൽ 3 ആത്മീക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊന്ന് ആത്മീക നഗ്നതയാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുപോയി, ലോത്തിൻ്റെ മക്കൾ ലോത്തിൻ്റെ നഗ്നത കണ്ടെന്ന്. സത്യത്തിൽ നോഹയുടെ മക്കളാണ് ശേം, ഹാം, യാഫത്ത്. അതിനുശേഷം ഹാമിനെക്കുറിച്ചാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ മിസ്രൈമ്യർ, അതുപോലെ തന്നെ ഈ സോദോം ഗോമോറ പട്ടണങ്ങൾ, ഫെലിസ്തീയർ, ഇവരെല്ലാം ഹാമിൻ്റെ പിന്തലമുറക്കാരാണ്. ഹാമാണ് അപ്പൻ്റെ നഗ്നത കണ്ടുവന്ന് സഹോദരങ്ങളോട് പറഞ്ഞതും പിന്നീട് ശാപം ഏറ്റതും. ഞാനത് പറഞ്ഞപ്പോൾ മാറിപ്പോയി. പക്ഷെ പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആ വീഡിയോ ഓൾറെഡി അപ്ലോഡായിപ്പോയി. പിന്നെ അത് എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള അവസരമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് കുറച്ച് സമയങ്ങളിലൂടെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഓർമ്മയിലേക്ക് ആ കാര്യം വന്നത്. അത് നിങ്ങൾ ഒന്ന് ആ ഒരു കറക്ഷനായിട്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിപ്പോയി. നിങ്ങൾ ദൈവനാമത്തിൽ അത് ക്ഷമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു 2 നമ്പർ ഇനിയുള്ള വീഡിയോകളിലൊന്ന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചത്. പലരും പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടി കിട്ടാൻ. ഒരു പ്രയാസമില്ല, ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ അത് കിട്ടും. ആ ഒരു ചാനലിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗത്തിൽ കോൺടാക്റ്റ് നമ്പർ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ പലർക്കും അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി വാട്സാപ്പിൽ നിങ്ങൾ നമ്പർ, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ കാരണം, ഒന്ന്, ഒരു വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഷൂട്ടിംഗ് 3 മണിക്കൂർ അതിൻ്റെ സമയം വരും. പിന്നെ ചർച്ചിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. 52ഓളം കുടുംബങ്ങളുണ്ട്, അവരുടെ കാര്യങ്ങൾ എനിക്ക് നോക്കണം. പിന്നെ എൻ്റെ ഫാമിലിയുണ്ട്, പേരൻസ് പ്രായമുള്ളവരാണ്. പിന്നെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ശുശ്രൂഷകൾക്ക് വേണ്ടി പോകുന്ന യാത്രകളുണ്ട്. എപ്പോഴും എനിക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രെയർ ലൈൻ നമ്പറായിട്ട് വെച്ചിരിക്കുന്ന എൻ്റേതും എൻ്റെ വൈഫിൻ്റെയും നമ്പരാണ്. മറ്റാരുടെയും നമ്പർ കൊടുത്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പല പ്രെയർ ലൈനുകളും ഒരുപാട് ആളുകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുണ്ട്, അവരെ ഞാൻ ഒഴിവാക്കുന്നു. അല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ ആരെങ്കിലും ഇരുത്തുന്നു, അവർ പണത്തിന് വേണ്ടി ചോദിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് സഹായം ചോദിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ വിശ്വാസത്തിൻ്റെ ഒരു വേലയായതുകൊണ്ടും ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുമായതുകൊണ്ടും മറ്റാരെയും ഇതിൽ ഇടപെടുത്തിയിട്ടില്ല.
എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് എനിക്കറിയാവുന്ന എൻ്റെ തന്നെ കുടുംബത്തിലുള്ളവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സും എനിക്ക് അത്രയ്ക്ക് അടുത്തറിയാവുന്ന പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ടവരാണ്. അവരുടേതായ ഒരു ഗ്രൂപ്പുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പലതും ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും, അവരും പ്രാർത്ഥിക്കും. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക, ആരും ഇതിനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ചിലപ്പം വിളിച്ചാൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരു ദിവസം തന്നെ ധാരാളം കോളുകൾ വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജുകൾ അയയ്ക്കുക. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും എനിക്കും സൗകര്യം അതാണ്. ഓരോ നമ്പറുകൾ, ആ വിഷയങ്ങൾ നോക്കി ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അത് രേഖപ്പെടുത്താനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 തവണ തള്ളിപ്പറഞ്ഞവനോട് 3 പ്രാവശ്യം ചോദിക്കുകയാണ്. ഇത് 3 തവണയും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തിലധികമായി? ഒരു വള്ളം മുങ്ങത്തക്ക നിലയിൽ, ഒന്നല്ല ഒന്നിലധികം വള്ളം മുങ്ങത്തക്ക നിലയിൽ മത്സ്യസമ്പത്ത് കിട്ടി. ഈ കിട്ടിയ മീൻ അവിടെ ഉണ്ട്, ശിഷ്യന്മാരുണ്ട്, പടകുണ്ട്, എല്ലാം ഉണ്ട്. കഴിക്കാൻ ഫുഡും കൊടുത്തു. പ്രാതൽ കഴിഞ്ഞതിന് ശേഷമാണ്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷമാണ്. നമ്മളാണെങ്കിൽ നമ്മളെ വിട്ട് ഒരാൾ പോയാൽ നീ ഇനി മേലാൽ ഇവിടെ കയറിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ചോടിക്കും. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഭയങ്കരമാണ്. ആഹാരം കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ചില ചോദ്യങ്ങൾ നമ്മുടെ നെഞ്ചു പിളർത്തുന്നവയാണ്. പത്രോസ് വളരെ ചാടിക്കയറി ഉത്തരം പറഞ്ഞു, അതെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആടുകളെ മേയിക്കുക, പരിപാലിക്കുക, അതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട് കേട്ടോ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് യേശു ചോദിച്ചപ്പോൾ അഗാപ്പെ എന്ന് പറയുന്ന ഒരു പദമാണ് യേശു ഉപയോഗിച്ചെന്നും അതിന് റെസ്പോണ്ട് ചെയ്ത പത്രോസ് ഫിലേയോ എന്ന് പറഞ്ഞാൽ ബ്രദർലി ലവ് എന്ന് പറയുന്ന ആ ഒരു പദമാണ് റെസ്പോണ്ട് ചെയ്തപ്പോൾ ഉപയോഗിച്ചതെന്നും ഒക്കെയുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും അഗാപ്പെ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്, അതായത് അതിരുകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം. ഫിലേയോ എന്ന് പറഞ്ഞാൽ ബ്രദർലി ലവ് ആണ്, സഹോദരന്മാരുടെ ഇടയിൽ. ഇറോസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ ഇടയിലുള്ള ആ ഒരു സ്നേഹമാണ്. അങ്ങനെ സ്നേഹത്തിന് തന്നെ ധാരാളം വാക്കുകൾ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അഗാപ്പെ, അൺകണ്ടീഷണൽ ലവ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ചാടിക്കയറി ഉത്തരം പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമതും ചാടിക്കയറി ഉത്തരം പറഞ്ഞു, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ 3ാമത്തെ ചോദ്യം പത്രോസിനെ കുഴപ്പിച്ച് കളഞ്ഞു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നല്ലോ, ദൈവമേ നിനക്കെല്ലാം അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഒരു വ്യക്തിയെ പോലെ ആഴമായി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ സ്നേഹത്തിലൂടെയാണ് അനുസരിക്കേണ്ടുന്നത്, സ്നേഹത്തിലൂടെ. അല്ലെങ്കിൽ ഇതെല്ലാം വെറും ചടങ്ങായി മാറും, ബോറിംഗ് ആയി മാറും. കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ടുള്ള സമയവും അവസരം നമ്മൾ കൊടുക്കണം. പത്രോസിന് തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു മാറ്റം പിന്നീട് ഒരിക്കൽ പോലും താൻ പിന്മാറിപ്പോകുന്നത് കണ്ടില്ല. യേശുവിനെ ധൈര്യത്തോടെ പ്രസംഗിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ താൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് എന്താണ്? ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ശരിക്കും ദൈവികമായൊരു ബന്ധം അത് നിലനിന്ന് പോകണമെങ്കിൽ ആഴത്തിലുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകണം. നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക, നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുക. പത്രോസിനോട് ചോദിച്ച ഇതേ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നത് എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിന്നാണോ ചെയ്യുന്നത്? ഏതളവിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്? ഈ ഭൂമിയിലെ എല്ലാ ബന്ധങ്ങൾ പോലും നിലനിൽക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. ഒരുപാട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നമുക്കറിയാം, തളർന്നു കിടക്കുന്ന ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും പോലും ഉപേക്ഷിക്കാതെ പൊന്നുപോലെ നോക്കുന്ന ജീവിത പങ്കാളിമാരുടെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം ഒരൊറ്റ കാരണം എന്താണ്? അതിരുകളില്ലാത്ത സ്നേഹമാണ്. എന്നാൽ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ വേർപിരിയുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. അത് പണ്ടത്തേക്കാൾ വളരെ കൂടുതലാണ്.
ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് വേർപിരിയാനായിട്ട് നിൽക്കുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും സംസാരിച്ചിട്ടുണ്ട്. പലരും ഒന്നിച്ചായിട്ടുണ്ട്. പക്ഷെ ചിലർ ഈ പറയുന്ന ഒന്നും കേൾക്കാതെ ദൈവശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വേർപിരിയാനായിട്ട് നിൽക്കുന്ന പലരോടും നമ്മൾ ചോദിക്കുമ്പോൾ ഒറ്റ കാര്യമാണ്, സ്നേഹമെന്ന് പറയുന്നൊരു കാര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അവൻ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഉള്ളുകൊണ്ട് ഒരിക്കൽ പോലും എനിക്കൊരു സ്നേഹം തോന്നിയിട്ടില്ല. ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുള്ളവർ പിരിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയ്ക്ക് ശക്തമാണ് സ്നേഹമെന്ന് പറയുന്ന ആ ഒരു വികാരമെന്നല്ല ഞാൻ പറയേണ്ടത്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വാക്കിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജിതനായി മാറിയിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്കൊരിക്കലും സ്നേഹത്തെ വിവരിക്കാനായിട്ട് കഴിയില്ല. അത്ര ആഴമാണ്. അതിലേക്ക് ഏറ്റവും വലിയ ആഴമായ സ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. ഏകജാതനായ പുത്രനെ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി നൽകി തരുവാനായിട്ട് കാണിച്ച സ്നേഹം. പുത്രൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അതെ ആ ഒരു നീചമായ ഹീനമായ മരണത്തെ ഏറ്റെടുക്കാനുള്ള ആ ഒരു സമർപ്പണം പോലും നമ്മളോടൊക്കെ കാണിച്ച സ്നേഹമാണ്. ഏറ്റവും വലിയ സ്നേഹം, ഉദാത്തമായ സ്നേഹം എന്ന് പറയുന്നത് ക്രൂശിൻ്റെ സ്നേഹമാണ്. അപ്പോൾ ഇത്രയും നാൾ 3-3.5 വർഷം കൂടെ നടന്നിട്ട്, അത്ഭുതം കണ്ടിട്ട്, അപ്പം തിന്നിട്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം ചെയ്തിട്ടും വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിച്ചോ എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം ചോദിക്കുകയാണ്, നീ എന്നെ ഇവയിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നില്ലെന്നല്ല, പക്ഷെ മുൻഗണന എവിടെയാണ് നീ മുൻഗണന കൊടുക്കുക? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമ്മൾ മുൻഗണന കൊടുക്കാറുണ്ട്, ഇല്ലേ? പക്ഷെ ഇവിടെ ദൈവത്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ മക്കളെയോ സഹോദരങ്ങളെയോ ഒന്നും പ്രിയപ്പെടുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം അവരെയൊന്നും ഉപേക്ഷിച്ചിട്ട് പോകണമെന്നല്ല. അനേക വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. 1.5 വയസ്സിൽ പോളിയോ വന്നതാണ്. കൃഷിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളോടൊപ്പം ആയിരിക്കും. അപ്പോൾ എൻ്റെ പിതാവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചയിൽ ഒരു ദൈവദാസം വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു, ദൈവം നിങ്ങളോട് പറയുന്നതെല്ലാം കേൾക്കുക, ഭർത്താവിനെ പോലും ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കരുത്. ഇത് കേട്ട എൻ്റെ അമ്മ വീട്ടിൽ വന്നു. അപ്പോൾ ഉടനെ എൻ്റെ അമ്മ എൻ്റെ അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം കേട്ടോ, നാളെ എന്നോട് അച്ചായനെ വിട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ കർത്താവ് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യണം? ഉടനെ എൻ്റെ പപ്പ പറഞ്ഞെടി, വചനത്തിന് നിരക്കാത്ത ഒന്നും കർത്താവ് നിന്നോട് പറയത്തില്ല. നമ്മളെ ഒരുമിപ്പിച്ചത് ദൈവമാണ്, കുടുംബജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നൊക്കെ പറഞ്ഞ രസകരമായ ഒരു ടോക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരികയാണ്. അപ്പം ശരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സത്യത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും പലപ്പോഴും നമ്മുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കി ആരെയും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. ഈ ചോദ്യം നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. എന്തിനാ? സ്നേഹം ഉണ്ടെങ്കിലേ നിനക്കെന്നെ സേവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതുവരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഇനി ഞാനില്ലാത്തൊരു സമയം വരികയാണ്. ആ സമയത്ത് കാണാത്ത എന്നെ നീ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിനക്കെൻ്റെ സേവയിൽ തുടരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്, നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എൻ്റെ ആടുകളെ മേയിക്കേണ്ടവൻ നീയാണ്, എൻ്റെ ആടുകളെ പരിപാലിക്കേണ്ടവൻ നീയാണ്. പക്ഷെ നിൻ്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹമില്ലെങ്കിൽ നിനക്കെങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റും? പല സമയത്തും വേദനകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പം ഇനിയും പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഇനിയും ദൈവത്തെ വിളിക്കുന്നില്ല, ഇനിയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല, ഇനിയും ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കുന്നില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ പിന്നെയും നിർബന്ധിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്താൽ നമുക്കൊന്ന് നിറയപ്പെടാം, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാം. ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പം നമുക്കെന്ത് ഉത്തരം പറയാനായിട്ട് പറ്റും? സത്യത്തിൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കുക. ഈ വചനം വായിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, സത്യത്തിൽ എൻ്റെ സ്നേഹം പൂർണ്ണമാണോ? അവിടുന്ന് എന്നെ സ്നേഹിച്ചതിനനുസരിച്ച് തിരിച്ച് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പല സമയത്തും നമ്മൾ കാര്യസാധ്യത്തിനായി സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ കാര്യം നടക്കാനായി സ്നേഹിക്കുന്നവരാണ്.
നിത്യതയിൽ പോകണമെന്നുള്ളത് കൊണ്ട് പാപം ചെയ്യാത്തവരാണ്. കർത്താവിനോട് കൂടെ വസിക്കണം എന്നുള്ളത് കൊണ്ടാണോ ചെയ്യാത്തത്? അതോ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ദൈവത്തെ സേവിക്കുന്നവരാണോ? എന്ത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ എന്നോടും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 2-3 വാക്യങ്ങൾ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 1:8-9. അടുത്തത്, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ടിരിക്കുന്നു. ഉള്ളം കൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ നമുക്കൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. ദൈവാത്മാവിൻ്റെ ശക്തി വേണ്ടുവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങുന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ തട്ടുകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരാത്തതുകൊണ്ടാണ്. എന്നാൽ ഈ അന്തർഭാഗത്ത് കിടക്കുന്ന എല്ലാ അഴുക്കുകളും നീക്കിക്കളഞ്ഞ്, കർത്താവെ ഞങ്ങൾക്കൊന്ന് സ്നേഹിപ്പാൻ കൃപ നൽകണമേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്നേഹമില്ലാത്ത സ്വാർത്ഥതയുള്ള ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആ ദൈവസ്നേഹം അത് ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് എന്നോട് ചേർന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ഇത് നമ്മൾ ഒരുമിച്ചുള്ള ഒരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ പലരും പരസ്പരം കണ്ടിട്ടില്ലെങ്കിൽ പോലും ദൈവത്തിന് സ്തോത്രം, നമ്മളെല്ലാം ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ഒരു ദൈവ കുടുംബത്തിലെ അംഗങ്ങളുമാണ് എന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. സ്നേഹത്തിൽ നിന്ന് സേവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മറ്റെന്തിനേക്കാളും അധികം അങ്ങേ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിപ്പോകാതെ ആ ഒരു ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എല്ലാ മുറിവുകളെയും അവിടുന്ന് കെട്ടണമേ. അങ്ങയുടെ സ്നേഹത്തിൽ വസിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സന്ദേശം അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ.